ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ടൂൾസ് ഓഫ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ ക്ലോണിംഗ് വെക്ടേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ജീൻ ക്ലോണിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ് ആണ് അല്ലേ. ജീൻ ക്ലോണിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടേഴ്സ്. അപ്പോൾ ജീൻ ക്ലോണിങ് എവിടെയാണ് നടക്കുക? ഒരു ഹോസ്റ്റ് സെല്ലിലാണ് നടക്കുക. നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ എവിടെയാണ് ക്ലോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ഹോസ്റ്റ് സെല്ലിലാണ് അല്ലേ. അപ്പോൾ ഈ ഹോസ്റ്റ് സെല്ലിലേക്ക് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ആളാണ് ആര്? വെക്ടർ. സോ എ വെക്ടർ സെർവ്സ് ആസ് എ വെഹിക്കിൾ ടു ക്യാരി എ ഫോറിൻ DNA സീക്വൻസ് ഓർ our ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു എ ഹോസ്റ്റ് സെൽ. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ജീൻ ക്ലോണിങ്ങിന് ഉപയോഗിക്കാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ലൈക്ക് പ്ലാസ്മിഡ്സ്, കോസ്മിഡ്സ്, ഫാസ്മിഡ്സ്, ബാക്ടീരിയോഫേജസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ പ്ലാസ്മിഡ്സ് ആണ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വെക്ടർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്ലാസ്മിഡിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ പ്ലാസ്മിഡ്സ് ആണ് കോമൺ ആയിട്ട് നമ്മൾ ജീൻ ക്ലോണിങ്ങിന് ഉപയോഗിക്കുന്ന വെക്ടർ. അത് കൂടാതെ വേറെയും വെക്ടേഴ്സ് ഉണ്ട് ജീൻ ക്ലോണിങ്ങിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, മറ്റു ചില വെക്ടേഴ്സിനെ. അതൊക്കെ നമുക്ക് നോക്കാം. ഈ പറയുന്ന എല്ലാ പേരും, വെക്ടേഴ്സിന്റെ പേരെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പേര് മാത്രം പഠിച്ചു വെക്കുക. ചിലതിനെ കുറിച്ച് ഒരു ഐഡിയ മാത്രം വെച്ചാൽ മതി കേട്ടോ. പ്ലാസ്മിഡ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ എന്താണ് പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ? എക്സ്ട്രാ ക്രോമോസോമൽ DNA ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയ്ക്ക് ഓൺ ജീനോം ഉണ്ട്, അതിന് പുറത്ത്, അല്ലെങ്കിൽ അത് കൂടാതെ അതിന് പുറത്ത് ഒരു എക്സ്ട്രാ ക്രോമോസോമൽ സർക്കുലർ DNA ഉണ്ട്, അതാണ് പ്ലാസ്മിഡ്സ്. നിങ്ങൾ ഒത്തിരി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഈ പ്ലാസ്മിഡിനെ എടുത്തിട്ട് നമുക്ക് RDNA കൺസ്ട്രക്ട് ചെയ്യാം, ജീൻ ക്ലോണിങ്ങിന് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മൾ പഠിച്ചു വന്നിരുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ പ്ലാസ്മിഡ്സിനെ നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അതേപോലെ വേറൊരാള് ബാക്ടീരിയോഫേജ് ആണ്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ എന്താ? വൈറസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ്, അവരെ നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഫോർ ജീൻ ക്ലോണിങ്. ഓക്കെ. ആൻഡ് അടുത്തത് കോസ്മിഡ്സ്. കോസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മിഡിന്റെ ഫീച്ചേഴ്സും ബാക്ടീരിയോഫേജിന്റെ ഫീച്ചേഴ്സും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന വെക്ടർ ആണ്. അതിൽ പ്ലാസ്മിഡ്സിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജിൽ ഏത് ഫേജ് ആണ് പറയുന്നത്? ലാംഡ ഫേജ്. ലാംഡ ഫേജിന്റെ ഒരു കൊഹസീവ് സൈറ്റ് ഉണ്ടാവും ഈ ഒരു വെക്ടറിൽ. കോ സൈറ്റ് നമ്മൾ പറയും. അതുകൊണ്ടാണ് കോസ്മിഡ് എന്ന് പേര് വന്നേക്കുന്നത് കേട്ടോ. സോ കോസ്മിഡിനകത്ത് പ്ലാസ്മിഡിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ ലാംഡ ഫേജിന്റെ കൊഹസീവ് സൈറ്റും ഉണ്ടാവും. അതുകൊണ്ടാണ് കോസ്മിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവരെ നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ? പ്ലാന്റ് ആൻഡ് അനിമൽ വൈറസസ്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിനെയും അനിമൽസിനെയൊക്കെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസസിനെ നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോം, YAC. ഇങ്ങനെ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്യുന്ന കുറെ വെക്ടേഴ്സ് പറയുന്നുണ്ട്. ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോം, ദെൻ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമോസോം, BAC വെക്ടർ. സോ YAC വെക്ടർ, BAC വെക്ടർ, അതിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണേ. ഒന്ന് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോം അല്ലേ, അടുത്തത് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമോസോം BAC. അപ്പൊ ഇവരെയും വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെന്താണ്? ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമോസോം. ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമോസോം HAC എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെ, ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ക്രോമോസോം. പിന്നെ ഫേജ്മിഡ്സ് ഓർ ഫാസ്മിഡ്സ്. ഫേജ്മിഡ്സ് ഓർ ഫാസ്മിഡ്സ് അതും പ്ലാസ്മിഡ് പ്ലസ് ബാക്ടീരിയോഫേജ് ആണ്. പ്ലാസ്മിഡ് പ്ലസ് ബാക്ടീരിയോഫേജ്, ഫേജ്മിഡ്സ് അല്ലെങ്കിൽ ഫാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയും വെക്ടേഴ്സിനെ നമ്മൾ ജീൻ ക്ലോണിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? പ്ലാസ്മിഡ്സ്, കോസ്മിഡ്സ്, ബാക്ടീരിയോഫേജസ്, പ്ലാന്റ് ആൻഡ് അനിമൽ വൈറസസ്, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോം, then bacterial artificial chromosome, human artificial chromosome, then phasmids or phasmids അല്ലേ. ഓക്കെ. ഇനി ഒരു ക്ലോണിംഗ് വെക്ടർ ആയിട്ട് നിൽക്കണമെങ്കിൽ ആ വെക്ടറിന് ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാകണം. അതൊക്കെ മസ്റ്റാണ്. സോ ലെറ്റ് us see what are the required features of a cloning vector. ഒരു ക്ലോണിംഗ് വെക്ടറിന് എന്തൊക്കെ റിക്വയർമെന്റ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പല റെഫറൻസ് ബുക്സും വായിക്കുമ്പം കിട്ടും. ലൈക്ക് വെക്ടർ ഭയങ്കര സ്മോൾ ആയിരിക്കണം, ഈസിലി ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ നമ്മൾ പ്ലാസ്മിഡൊക്കെ ആണെങ്കിൽ ബാക്ടീരിയയിൽ നിന്ന് ഈസിലി ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം, ഭയങ്കര സ്മോൾ ആയിരിക്കണം, ടു ഇൻസേർട്ട് ഇൻടു എ ഹോസ്റ്റ് സെൽ, അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്നാലും മെയിനായിട്ട് നമുക്ക് 3 പോയിന്റ്സ് ലിസ്റ്റ് ചെയ്യാം ഒരു വെക്ടറിന് വേണ്ട റിക്വയർമെന്റ്സ്, അതായത് ക്ലോണിംഗ് വെക്ടറിന് വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ.
ആ ക്ലോണിംഗ് വെക്ടറിൽ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് സെലക്ടബിൾ മാർക്കറാണ്. സെലക്ടബിൾ മാർക്കർ ജീൻസ് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. അടുത്തത് ക്ലോണിംഗ് സൈറ്റ്സ് ആണ്. ആ വെക്ടറിൽ റെക്കഗ്നിഷൻ സൈറ്റ്സ് അല്ല റെക്കഗ്നിഷൻ സീക്വൻസസ് അല്ലെങ്കിൽ ക്ലോണിംഗ് സൈറ്റ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ ഏതൊക്കെയാണ്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്ടബിൾ മാർക്കർ, ക്ലോണിംഗ് സൈറ്റ്സ്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്ടബിൾ മാർക്കർ, ക്ലോണിംഗ് സൈറ്റ്സ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്താണത്? DNA റെപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ ഒരുപാട് കേട്ട് മനസ്സിലാക്കിയ കാര്യമാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അല്ലേ? റെപ്ലിക്കേഷൻ ഒറിജിനേറ്റ് ചെയ്യുന്ന സീക്വൻസ് ആണ് ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോറിൻ DNA ഒരു വെക്ടറിലോട്ട് നമ്മൾ ലിഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫോറിൻ DNA വെക്ടർ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ റെപ്ലിക്കേറ്റ് ചെയ്തോളും. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ എടുക്കുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റിന് DNA ഫ്രാഗ്മെന്റിന് അതിനെ നമ്മൾ ചുമ്മാതെ ഹോസ്റ്റ് സെല്ലിലോട്ട് കൊണ്ടിട്ട് കൊടുത്താൽ, അതിന്റെ സൈറ്റോപ്ലാസത്തിലോട്ടോ മറ്റോ കൊണ്ടിട്ട് കൊടുത്താൽ വെറുതെ അതിനകത്ത് കിടന്ന് റെപ്ലിക്കേറ്റ് ചെയ്യത്തില്ല. അതിനെ ഹോസ്റ്റ് സെല്ല് as soon as എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും അല്ലേ? അത് ബിക്കോസ് അതൊരു ഫോറിൻ DNA ആണ്, അതിനത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ അതിന്റെ ക്ലോണിങ് നടക്കണമെങ്കിൽ അത് ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന്റെ ഭാഗമായിരിക്കണം, ഒരു ജീനോമിന്റെ ഭാഗമായിരിക്കണം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നമ്മൾ എടുക്കുന്ന DNA ഫ്രാഗ്മെന്റ് ഒരു ജീനോമിന്റെ ഭാഗമായിരിക്കണം, അല്ലാതെ ചുമ്മാ അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ജീൻ ക്ലോണിങ് നടക്കത്തില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ആരെ എടുക്കുന്നത്? വെക്ടറിനെ എടുക്കുന്നത്. ഇപ്പൊ പ്ലാസ്മിഡിനെ മനസ്സിൽ ഓർത്തോളൂ. പ്ലാസ്മിഡിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലേ? എന്ത് പ്രോപ്പർട്ടിയാണുള്ളത്? ഇറ്റ് ഈസ് സെൽഫ് റെപ്ലിക്കബിൾ. അതിന് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ബാക്ടീരിയയുടെ ഓൺ ജീനോം ഉണ്ടല്ലേ, അതിന്റെ ഹെൽപ്പ് ഒന്നും കൂടാതെ നമ്മുടെ പ്ലാസ്മിഡിന് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്ലാസ്മിഡ് DNAക്ക് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് അതിന്റെ പല കോപ്പീസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ ജീനിനെ, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഈ വെക്ടറിലോട്ട്, ഈ പ്ലാസ്മിഡിലോട്ട് കൊണ്ട് ഒട്ടിച്ചാൽ, അതിന്റെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇരിക്കുന്ന ആ ഒരു റീജിയനിലോട്ട് കൊണ്ട് ഒട്ടിച്ചാൽ പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ DNA റെപ്ലിക്കേറ്റ് ചെയ്തോളും. ഷുവർ, അതാണ് അതിന്റെ കാര്യം കേട്ടോ. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം സൂക്ഷിച്ച് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് വെക്ടർ DNA കാണാം അല്ലേ? വെക്ടർ നമ്മുടെ പ്ലാസ്മിഡ് ആണെന്ന് വിചാരിക്കുക, പ്ലാസ്മിഡ്. ആൻഡ് ഫോറിൻ DNA കൊടുത്തിട്ടുണ്ട്. ഫോറിൻ DNAയിലെ ഒരു സെഗ്മെന്റ് ആ റെഡ് കളറിൽ കൊടുത്താൽ അത് മാത്രം നമുക്ക് മതി. അവിടെയാണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇരിക്കുക. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണോ ആഗ്രഹിക്കുന്നത് അതിനെ കോഡ് ചെയ്യുന്ന ജീൻ അല്ലേ, അതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോറിൻ DNA, വെക്ടർ ആൻഡ് റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട്, സെയിം റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് നമ്മൾ ഇവരെ രണ്ടുപേരെയും കട്ട് ചെയ്തു. അപ്പോൾ വെക്ടർ DNAയിൽ ഇതാ ഇങ്ങനെ സർക്കുലർ ആയിരിക്കുന്ന വെക്ടർ DNAയിൽ ഒരു കട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ കട്ട് വന്ന ഒരു പോർഷനിലോട്ടാണ് നമ്മൾ എന്തിനെ ഇൻസേർട്ട് ചെയ്യുന്നത്? നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ, ആ ഒരു ഫ്രാഗ്മെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ടാർജറ്റ് ജീൻ ഇൻസേർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, റെഡ് കളറിൽ കൊടുത്തേക്ക് നമ്മൾ ടാർജറ്റ് ജീനാണ്. അത് നമ്മൾ വെക്ടറിലോട്ട് കൊണ്ട് ലിഗേറ്റ് ചെയ്യിപ്പിച്ചു, ഒട്ടിച്ചു വിത്ത് ഹെൽപ്പ് ഓഫ് DNA ലൈഗേസ്. നൗ വെക്ടർ കണ്ടെയ്നിങ് ടാർജറ്റ് ജീൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് റീകോമ്പിനന്റ് DNA. ഇതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചതാണ്. ഇനി ഈ റീകോമ്പിനന്റ് DNA നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹോസ്റ്റ് സെല്ലിലോട്ട് ഇട്ട് കൊടുക്കും, ഇൻസേർട്ട് ചെയ്യും. അതിന് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കും. ഇതിനി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, ഇനി ഞാൻ പറയും. സോ റീകോമ്പിനന്റ് DNA ഹോസ്റ്റ് സെല്ലിലോട്ട് ഇട്ട് കൊടുത്തു, അതിനെ ട്രാൻസ്ഫോം ചെയ്തു. ആൻഡ് നൗ യു ക്യാൻ സീ ഹോസ്റ്റ് സെൽ വിത്ത് ഇറ്റ്സ് ഓൺ DNA. അതിന്റെ ക്രോമോസോമൽ DNA നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കൂടാതെ ഇൻസേർട്ടഡ് ആയ റീകോമ്പിനന്റ് DNA നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലാസ്മിഡ് പ്ലസ് ആ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? ഇനി എന്താണ് നടക്കുക? ഇനി ഈ ഹോസ്റ്റ് സെല്ല് ഡിവൈഡ് ചെയ്യൂ അല്ലേ? നമുക്കറിയാം ബാക്ടീരിയൽ സെല്ലിന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും, എന്നിട്ട് ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കാം. ഓരോ തവണയും സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഡിവൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ മീൻസ് അതിന്റെ DNA റെപ്ലിക്കേറ്റ് ചെയ്യും. എന്നിട്ടാണ് അത് ഈക്വലി ഡോട്ടർ സെൽസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ, കൊച്ചു ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ? അപ്പൊ നമ്മുടെ റീകോമ്പിനന്റ് DNA പ്ലാസ്മിഡ് പ്ലസ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അതും എന്ത് ചെയ്യും? അത് റെപ്ലിക്കേറ്റ് ചെയ്യും. സെൽ ഡിവിഷൻ മുന്നേ അത് റെപ്ലിക്കേറ്റ് ചെയ്യും. ചില ബാക്ടീരിയൽ സെൽസിൽ ഈ പ്ലാസ്മിഡ്സിന്റെ ഒരുപാട് കോപ്പീസ് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് അത്രയും കോപ്പീസ് ഉണ്ടാക്കാൻ അവർ കേപ്പബിൾ ആണ്. കണ്ടോ? അപ്പോൾ ഈ രണ്ട് ഡോട്ടർ സെൽസിൽ ഇപ്പൊ തന്നെ ഇത്രയും പ്ലാസ്മിഡ്സ് ഉണ്ടായി അല്ലേ? പ്ലാസ്മിഡ്സിന്റെ കോപ്പി ഉണ്ടായി. ദാറ്റ് മീൻസ് അത്രയും തവണ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു? ക്ലോൺ ചെയ്തു.
അങ്ങനെ ഓരോ തവണയും സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രമാത്രം പ്ലാസ്മിഡ്സിന്റെ കോപ്പി ഉണ്ടാകും, അല്ലെങ്കിൽ എത്രമാത്രം നമ്മുടെ ജീനിന്റെ ക്ലോണിങ് നടക്കുന്നു ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. സോ റീകോംബിനന്റ് DNA ഗെറ്റ്സ് മൾട്ടിപ്ലിക്കേറ്റ്. അപ്പൊ നമുക്ക് പോയിന്റിലേക്ക് വരാം. ഒരു ക്ലോണിങ് വെക്ടറിന് വേണ്ട റിക്വയർമെന്റ്സ്. അതിൽ ഫസ്റ്റ് വൺ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് എ സീക്വൻസ് ഫ്രം വെയർ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ്. ഇതിന് നമ്മൾ ഒറീസിയോ എന്നൊക്കെ പറയൂലേ, റെപ്ലിക്കേഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. ഇത് മസ്റ്റ് ആയിട്ട് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് നമ്മുടെ DNA ഫ്രാഗ്മെന്റിനെ, പീസ് ഓഫ് DNA when linked to this sequence be made to replicate within the host cells. നമ്മുടെ DNA ഫ്രാഗ്മെന്റിനെ നമ്മൾ ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷന്റെ അടുത്തേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്റ്റ് സെല്ലിൽ ഈ പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ ജീനും എന്ത് ചെയ്തോളും? റെപ്ലിക്കേറ്റ് ചെയ്തോളും. അതായത് നമ്മുടെ ജീന്റെ ക്ലോണിങ് നടന്നോളും. ആൻഡ് ദിസ് സീക്വൻസ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിങ് ദ കോപ്പി നമ്പർ ഓഫ് ലിങ്ക്ഡ് DNA. നമ്മൾ ലിങ്ക് ചെയ്ത DNA കോപ്പി നമ്പർ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? ഈ സീക്വൻസ് ആണ്, ഈ ഒറിജിൻ ആണ്. അതായത് നമുക്കിപ്പോൾ ഇൻസേർട്ട് ചെയ്ത DNA ഒരുപാട് കോപ്പീസ് വേണമെങ്കിൽ എങ്ങനെയുള്ള വെക്ടറിൽ നമ്മൾ അതിനെ ഇൻസേർട്ട് ചെയ്യണം? ഹൂസ് ഒറിജിൻ സപ്പോർട്ട്സ് ഹൈ കോപ്പി നമ്പർ. ഇത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞത്, തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞു, ചില ബാക്ടീരിയ സെൽസിൽ പ്ലാസ്മിഡ്സിന്റെ കുറച്ച് കോപ്പീസ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ, 1-2 കോപ്പീസ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ചിലതിൽ ഒരുപാട് കോപ്പീസ് ഉണ്ടാകും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് 15 to 100 അത്രയും കോപ്പീസ് ഓഫ് പ്ലാസ്മിഡ്സ് ഉള്ള ബാക്ടീരിയൽ സെൽസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 2 ബാക്ടീരിയൽ സെൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ബാക്ടീരിയൽ സെല്ലിൽ ഒരു ക്രോമോസോമൽ DNA ഉണ്ട്, ഓൺ ജീനോം ഉണ്ട് അല്ലേ, ഒരു ജീനോം ഉണ്ട്. അതിന് പുറമേ അത് കൂടാതെ ഒരു എക്സ്ട്രാ ക്രോമോസോമൽ സർക്കുലർ DNA, അതാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോമോസോമൽ DNAയും പ്ലാസ്മിഡ് DNAയും ഞാൻ ലെബൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ബാക്ടീരിയ സെല്ലിൽ പ്ലാസ്മിഡിന്റെ ഒറ്റൊരു കോപ്പി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, ലോ കോപ്പി പ്ലാസ്മിഡ് എന്ന് ഞാൻ ലെബൽ ചെയ്തിട്ടുണ്ട്. അടുത്ത സെല്ലിൽ ഇതിൽ ഹൈ കോപ്പി പ്ലാസ്മിഡ് എന്ന് ലെബൽ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലാസ്മിഡ്സിന്റെ ഒരുപാട് കോപ്പീസ് കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്, ചില ബാക്ടീരിയൽ സെൽസിൽ പ്ലാസ്മിഡ്സിന്റെ കുറച്ച് കോപ്പീസേ ഉണ്ടാവുള്ളൂ, ചിലതിൽ ഒരുപാട് കോപ്പീസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് ഡോട്ടർ സെൽസ് ആകുമ്പോൾ കണ്ടോ പ്ലാസ്മിഡ്സിന്റെ കോപ്പി നമ്പർ കണ്ടോ? ഇതേപോലെ പാരന്റ് സെൽ ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമെങ്കിൽ ഇവിടെ 2 സെൽസ് ഉണ്ടായി. അപ്പോൾ പ്ലാസ്മിഡ്സിന്റെ നമ്പർ നിങ്ങൾ കണ്ടോ? അതുപോലെ ഓരോ ജനറേഷൻ, ഓരോ തവണ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോഴും എത്ര കോപ്പീസ് ഓഫ് പ്ലാസ്മിഡ്സ് ഉണ്ടാവും അല്ലേ? ഇനി ലോ കോപ്പി പ്ലാസ്മിഡ് ആണെങ്കിൽ ഈ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഫോറിൻ DNA ഒറിജിൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഹൈ കോപ്പി നമ്പർ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാസ്മിഡിന്റെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനോട് ചേർന്ന് ലിഗേറ്റ് ചെയ്താൽ എന്ത് പറ്റും? എത്ര നമ്പർ ഓഫ് അല്ലെങ്കിൽ എത്ര കോപ്പീസ് ഓഫ് പ്ലാസ്മിഡ്സ് ഉണ്ടാകുന്നു, അത്രയും കോപ്പീസ് ഓഫ് ഫോറിൻ DNA ഉണ്ടാവില്ല, അത്രയും കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റും നമുക്ക് കിട്ടും. ഇനി ക്ലോണിങ് വെക്ടറിന് വേണ്ട അടുത്ത റിക്വയർമെന്റ് എന്താണ്? സെലക്ടബിൾ മാർക്കർ ജീൻസ് നമ്മൾ പറയും. എന്താണ് സെലക്ടബിൾ മാർക്കർ? എന്തിനു വേണ്ടിയിട്ടാണത്? മാർക്കർ ജീൻസ് വേണ്ടത് ഫോർ സെലക്ടിങ് ട്രാൻസ്ഫോമൻസ് ഫ്രം നോൺ ട്രാൻസ്ഫോമൻസ്. ഇവിടെ ഞാൻ കുറെ ടേംസ് പറയും കേട്ടോ, ട്രാൻസ്ഫോംഡ് സെൽസ്, നോൺ ട്രാൻസ്ഫോംഡ് സെൽസ്, ട്രാൻസ്ഫോമൻസ് ഓർ നോൺ ട്രാൻസ്ഫോമൻസ്, റീകോംബിനൻസ്, നോൺ റീകോംബിനൻസ് എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ കേട്ടു മനസ്സിലായി എന്നൊക്കെ ഇരിക്കാതെ കാതും കണ്ണും കൂർപ്പിച്ച് കേട്ടിരിക്കുക, ആൻഡ് അതിന്റെ കൂട്ടത്തിൽ എഴുതിയെടുക്കുകയും ചെയ്യുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ എവിടെയെങ്കിലൊക്കെ എഴുതുക. ഇപ്പോൾ ജനറ്റിക്സും ബയോടെക്നോളജി ഒക്കെ പഠിക്കുമ്പോൾ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാം പറയുമ്പോഴും കേൾക്കുമ്പോഴും കേട്ടു മനസ്സിലായി എന്നിരിക്കും. പക്ഷെ പിന്നീട് അതേക്കുറിച്ച് ചോദിച്ചാൽ ഒന്നും അറിയണ്ടാണ്. ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിൽ കൂടി പെട്ടെന്ന് മറന്നുപോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കർ ജീൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സെലക്ടിങ് ട്രാൻസ്ഫോമൻസ് ഫ്രം നോൺ ട്രാൻസ്ഫോമൻസ്. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് മാർക്കർ ജീൻസ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈങ് ആൻഡ് എലിമിനേറ്റിംഗ് നോൺ ട്രാൻസ്ഫോമൻസ് ആൻഡ് സെലക്റ്റീവ്ലി പെർമിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ട്രാൻസ്ഫോമൻസ്. ഇനി ഈ ട്രാൻസ്ഫോംഡ് സെൽസും നോൺ ട്രാൻസ്ഫോംഡ് സെൽസും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത റിക്വയർമെന്റിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് അറിയുക. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റീകോംബിനന്റ് DNA ഇല്ലേ, അതിനെ നമ്മൾ ഇനി എന്താ ചെയ്യുക? റീകോംബിനന്റ് DNA ഫോം ചെയ്ത ശേഷം, അതിനെ കൺസ്ട്രക്ട് ചെയ്ത ശേഷം അത് നമ്മളൊരു ഹോസ്റ്റ് സെല്ലിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. അത് ഈക്കോലൈ ബാക്ടീരിയ ആണെന്ന് വിചാരിക്കുക. ഈക്കോലൈ ബാക്ടീരിയത്തിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ഈക്കോലൈ ബാക്ടീരിയ ഈ റീകോംബിനന്റ് DNA എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ട്രാൻസ്ഫോംഡ് സെൽ എന്ന് വിളിക്കാം.
അപ്പോൾ എന്താണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ഫോർമേഷൻ ഈസ് എ പ്രൊസീജിയർ ത്രൂ വിച്ച് എ പീസ് ഓഫ് DNA is introduced in a host bacterium. ഒരു ഹോസ്റ്റ് ബാക്ടീരിയത്തിലേക്ക് ഒരു DNA, പുറത്തുനിന്നൊരു DNA നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ട്രാൻസ്ഫോർമേഷൻ. മനസ്സിലായോ? ഇപ്പോൾ ഈക്കോളി ഹോസ്റ്റ് സെല്ലിൽ നിലവിൽ അതിൻ്റെ ജീനോം ഉണ്ട്. ഇനി അടുത്ത ഡയഗ്രത്തിൽ ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫോംഡ് സെല്ല് കാണാം. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും RDNA, പ്ലാസ്മിഡ് പ്ലസ് ആ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, അത് ഇൻസേർട്ടഡ് ആയിട്ടുള്ള സെൽ അല്ലേ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് ട്രാൻസ്ഫോംഡ് സെൽ. മീൻസ് അതിനില്ലാത്ത കുറച്ച് പ്രോപ്പർട്ടീസ് ഇനി കിട്ടാൻ പോവാണ്. ആർക്ക്? ഈക്വലി സെൽസിന് ഇല്ലാത്ത കുറേ പ്രോപ്പർട്ടീസ്. ബിക്കോസ് പ്ലാസ്മിഡിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതൊക്കെ ഈ സെല്ലിലോട്ട് കിട്ടും അല്ലേ. നമ്മൾ ജീൻ ക്ലോണിങ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈക്വലി സെൽസിലാണെങ്കിൽ ഈക്വലി സെൽസിൻ്റെ സെലക്ടബിൾ മാർക്കേഴ്സ് ആണ് പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ മാർക്കർ ജീൻസ് എവിടെയാണ് പ്രസന്റ് ആവേണ്ടത്? ക്ലോണിങ് വെക്ടേഴ്സിലാണ് പ്രസന്റ് ആവേണ്ടത് അല്ലേ? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാർക്കർ ജീൻസ് വേണ്ടത്? ട്രാൻസ്ഫോർമൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ട്രാൻസ്ഫോർമൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ DNA എടുത്ത സെൽസ് അല്ലേ, ഹോസ്റ്റ് സെൽസ് വിത്ത് ഒരു ഫോറിൻ DNA, മറ്റൊരു DNA എടുത്ത, പുറത്തുനിന്നൊരു DNA എടുത്ത സെല്ലായിരിക്കണം ട്രാൻസ്ഫോർമൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഹോസ്റ്റ് സെല്ലിന് ഇല്ലാതിരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ ഈ ഫോറിൻ DNA ഇട്ട് കൊടുത്തപ്പോൾ അതിന് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ഈക്വലി സെൽസിന്റെ മാർക്കർ ജീൻസ് ആണ് പറയുന്നത്. ദേ ആർ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് സച്ച് ആസ് ആംപിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ ഓർ കനാമൈസിൻ. അപ്പോൾ മാർക്കർ ജീൻസ് എന്താണ്? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് ആണ്. എവിടെയാണ് ഈ മാർക്കർ ജീൻസ് ഉള്ളത്? ക്ലോണിങ് വെക്ടറിലാണ് മാർക്കർ ജീൻസ് ഉള്ളത്. അപ്പോൾ ഈക്വലി സെൽസിന് ട്രാൻസ്ഫോംഡ് സെൽസ്, നോൺ ട്രാൻസ്ഫോംഡ് സെൽസ് അതൊക്കെ ഉണ്ടാവും കേട്ടോ. അതിൽ ട്രാൻസ്ഫോർമൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ മാർക്കേഴ്സ് ഉള്ളത്. അതുപോലെ റീകോംബിനൻസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇനി പറയുന്നുണ്ട്. സോ വിച്ച് ആർ ദ മാർക്കർ ജീൻസ് ഓർ സെലക്ടബിൾ മാർക്കേഴ്സ് ഓഫ് ഈക്വലൈ? ഈക്വലൈയുടെ സെലക്ടബിൾ മാർക്കേഴ്സ് ആരാണ്? അവർ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് ആണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് സച്ച് ആസ് ആംപിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ ഓർ കനാമൈസിൻ. മാർക്കർ ജീൻസ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് ആണ് അല്ലേ. ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് സച്ച് ആസ് ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീൻ, ആംപിസിലിൻ എന്ന ആന്റിബയോട്ടിക്കിനോട് റെസിസ്റ്റ് ചെയ്യുന്ന, അതിനോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീൻ. ദെൻ ക്ലോറാംഫെനിക്കോൾ റെസിസ്റ്റന്റ് ജീൻ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ, കനാമൈസിൻ റെസിസ്റ്റന്റ് ജീൻ. ഇതൊക്കെ എവിടെ ഉണ്ടാകണം? ഒരു വെക്ടറിൽ ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് ഉണ്ടെങ്കിൽ അവരെ വെച്ചിട്ട് അവരെ നമുക്ക് മാർക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം ഫോർ സെലക്ടിങ് ട്രാൻസ്ഫോംഡ് സെൽസ്, റീകോംബിനന്റ് സെൽസ്, അങ്ങനെ കേട്ടോ. ആൻഡ് നോർമൽ ഈക്വലി സെൽസിന് ഈ പറഞ്ഞ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഒന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറയുന്നുണ്ട്, നോർമൽ ഈക്വലി സെൽസ് ഡു നോട്ട് ക്യാരി റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് എനി ഓഫ് ദീസ് ആന്റിബയോട്ടിക്സ്. അപ്പോൾ ഈ മാർക്കർ ജീൻസ്, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഒക്കെ എവിടെ നിന്നാണ് വരിക? വെക്ടറിൽ നിന്നാണ് വരിക. വെക്ടറിൽ നിന്നാണ് ഈക്വലി ബാക്ടീരിയക്ക് കിട്ടാൻ പോകുന്നത് അല്ലേ. നമുക്കിത് നോക്കാം കേട്ടോ. അടുത്തത് ക്ലോണിങ് സൈറ്റ്സ് ആണ്. ക്ലോണിങ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നിഷൻ സൈറ്റ്സ്, റെസ്ട്രിക്ഷൻ സൈറ്റ്സ് നമുക്ക് പറയാം. അത് വെക്ടറിൽ ഉണ്ടാവണം അല്ലേ. വെക്ടർ നീഡ്സ് ടു ഹാവ്, നോർമലായിട്ട് നമ്മൾ പറയുന്നത് ഒരു വെക്ടറിൽ ഒറ്റ ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് മതി, സിംഗിൾ റെസ്ട്രിക്ഷൻ സൈറ്റ് മതി. എന്താണ് റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് റെക്കഗ്നൈസ് ചെയ്യാനും അവിടെ വന്ന് കട്ടുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള സൈറ്റാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു വെക്ടറിൽ ഒരു സിംഗിൾ റെസ്ട്രിക്ഷൻ സൈറ്റ് മതി. ഒന്നിൽ കൂടുതൽ സൈറ്റ്സ്, ഒരുപാട് സൈറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെക്ടർ DNA ഫ്രാഗ്മെന്റഡ് ആയി പോകും. അത് ഈ ക്ലോണിങ് പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ആക്കും. അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ റൗണ്ടിലാണ് ഇരിക്കുക അല്ലേ. ഇങ്ങനെയാണ്, ഇതാണ് നമ്മുടെ പ്ലാസ്മിഡീന എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു കട്ടുണ്ടാക്കി കഴിഞ്ഞതാ ഇങ്ങോട്ടാണ് നമ്മൾ എന്തിനെ കൊണ്ട് ലിഗേറ്റ് ചെയ്യാൻ പോകുന്നത്? ഫോറിൻ DNA ഫ്രാഗ്മെന്റ് ലിഗേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ടായിരുന്നു, അവിടെയാണ് കട്ടുണ്ടാക്കിയത്. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഇവിടെ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. സെയിം റെസ്ട്രിക്ഷൻ എൻസൈമിന് കട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സൈറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം റെസ്ട്രിക്ഷൻ എൻസൈം എന്ത് ചെയ്യും? ഇവിടെയൊക്കെ പോയി കട്ടുണ്ടാക്കും. അങ്ങനെ ആകുമ്പോൾ ഇത് പീസ് ആകില്ല, ഇത് ഫ്രാഗ്മെന്റഡ് ആകും, കുറേ ഫ്രാഗ്മെന്റ്സ് ആയി പോകും. അങ്ങനെ ആകുമ്പോൾ ജീൻ ക്ലോണിങ് അത്ര സ്മൂത്ത് ആയിട്ട് നടക്കില്ല.
അത് വേണ്ട. നമ്മൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? സിംഗിൾ റെക്കഗ്നീഷൻ സൈറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു വെക്ടറിനെ എക്സാമ്പിൾ ആക്കി വെച്ചുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏത് വെക്ടർ ആണത്? PBR322 അല്ലെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള വെക്ടർ പ്ലാസ്മിഡ് വെക്ടർ ആണ് അല്ലെ. PBR322 ഏതൊറക്കത്തിൽ ചോദിച്ചാലും അറിയാമായിരിക്കണം. PBR322 ഇത് നമ്മൾ ഫസ്റ്റ് ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്തെടുത്ത വെക്ടർ ആണ്. ഈക്കോളൈ ക്ലോണിങ് വെക്ടർ ആണ്. ഈക്കോളയിൽ ജീൻ ക്ലോണിങ്ങിന് ഉപയോഗിക്കുന്ന വെക്ടർ ആണിത്. Equali cloning vector PBR322. So I said it is the first artificially constructed cloning vector. Laboratory നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുത്ത വെക്ടർ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഈ വെക്ടറിലെ PBR322ന്റെ എക്സ്പാൻഷൻ നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് ലെറ്റർ P, obviously it stands for plasmid. P for plasmid. BR എന്ന് പറയുന്നത് ഇത് കൺസ്ട്രക്ട് ചെയ്ത രണ്ട് സയന്റിസ്റ്റ്, അവരുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. B for Bolivar, R for Rodriguez. Then 322 എന്ന് പറയുന്ന ഒരു സീരിയൽ നമ്പറാണ്, അവർ കൊടുത്ത ഒരു നമ്പറാണ്. ബിക്കോസ് ലബോറട്ടറിയിൽ ഒരുപാട് പ്ലാസ്മിഡ്സ് കൺസ്ട്രക്ട് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ പ്ലാസ്മിഡിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊടുത്ത ഒരു നമ്പറാണിത് 322. ഓക്കെ, സോ PBR322 ഈക്കോളൈ ക്ലോണിങ് വെക്ടർ ആണ്, പ്ലാസ്മിഡ് വെക്ടർ ആണ്. ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ്, ക്ലോണിങ് വെക്ടറിന് വേണ്ട റിക്വയർമെന്റ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടാവും. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അടുത്തത് മാർക്കർ അല്ലെ, സെലക്ടബിൾ മാർക്കർ ജീൻസ്. എന്താണ്? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് എന്ന് ഞാൻ പറഞ്ഞു. ആന്റിബയോട്ടിക്സിനോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീൻസ്. അതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? രണ്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടെട്രാസൈക്ലിൻ, TET-R എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ AMP-R എന്നും കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ, ദിസ് ഇസ് ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീൻ. അങ്ങനെ രണ്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ക്ലോണിങ് സൈറ്റ്സ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് നോക്കാം. PST1, PVU1, EcoR1, CLA1, HIND3, BAMH1, SAL1, PVU2. ഇതൊക്കെ എന്താണ്? റെസ്ട്രിക്ഷൻ എൻസൈംസിന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സൈറ്റ് ആണ്. ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും റെക്കഗ്നൈസ് ചെയ്യാനുള്ള സൈറ്റ്സും ഈ ക്ലോണിങ് വെക്ടറിലുണ്ട്. നമുക്ക് പരിചയമായിട്ടുള്ളത് EcoR1ഉം HIND3ഉം ആണ് അല്ലേ. ഇവിടെ BAMH1 വേണം. BAMH1 നിങ്ങൾക്ക് അറിയാൻ തോന്നില്ല, ഞാൻ പറഞ്ഞായിരുന്നു, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും റെസ്ട്രിക്ഷൻ സൈറ്റ്സും ഉണ്ട് ഈ വെക്ടറിൽ. അതേപോലെ റോപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി ലേബൽ ചെയ്തിട്ടുണ്ട്. റോപ്പ്, ROP, ഒരു ഗ്രീൻ കളറിൽ റോപ്പ്. എന്താണ് റോപ്പ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് കോഡ്സ് ഫോർ പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ ദ റെപ്ലിക്കേഷൻ ഓഫ് ദ പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡിന്റെ റെപ്ലിക്കേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ് റോപ്പ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഇതിലെ ക്ലോണിങ് സൈറ്റ്സ്, യുണീക്ക് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ സൈറ്റ്സ്, അത് നിങ്ങൾ കണ്ടല്ലോ. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. ഈ വെക്ടർ വരച്ച് അതിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ലേബൽ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ PST1, PVU1 എന്നൊക്കെ എഴുതി പഠിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ മറന്നു പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓർത്തിരിക്കേണ്ട ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ട്. ഏതാണ്? BAMH1 സൈറ്റ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കണേ. BAMH1 സൈറ്റ് അതാണ് നമുക്ക് വേണ്ടത്. അവിടാണ് നമ്മൾ ഫോറിൻ DNA കൊണ്ട് ഒട്ടിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഫോറിൻ DNA വെക്ടർ DNAയിലേക്ക് കൊണ്ട് ഒട്ടിക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് നോക്കിക്കോ. ദ ലിഗേഷൻ ഓഫ് ഫോറിൻ DNA is carried out at a restriction site present in one of the two antibiotic resistance genes. രണ്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഉണ്ടല്ലേ. അതിൽ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ ഇല്ലേ, അതിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ സൈറ്റിലോട്ടാണ് നമ്മൾ ആരെ ഒട്ടിക്കാൻ പോകുന്നത്? ഫോറിൻ DNA ഒട്ടിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ദാ ഇവിടെ ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനും ഉണ്ട്. ഇത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനില്ലേ, അവിടെയുള്ള റെസ്ട്രിക്ഷൻ സൈറ്റ് BAMH1 സൈറ്റ്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഇരിക്കുന്ന ഇതാണ് ആ റീജിയൺ അല്ലേ, അവിടെയുള്ള BAMH1 സൈറ്റ്. അതിലേക്കാണ് നമ്മൾ ഫോറിൻ DNA ലിഗേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ലിഗേറ്റ് എ ഫോറിൻ DNA അറ്റ് ദ BAMH1 സൈറ്റ് ഓഫ് tetracycline resistance gene in the vector PBR322. PBR322ന്റെ ടെട്രാസൈക്ലിൻ ജീൻ ഇരിക്കുന്ന ആ ഒരു റീജിയനിലെ BAMH1 സൈറ്റിലോട്ട് നിങ്ങൾക്ക് ആരെ ഒട്ടിക്കാം? ഫോറിൻ DNA ഒട്ടിക്കാം. Is that clear? Is that point is okay? മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി?
റീകോമ്പിനന്റ് DNA കിട്ടി. ഓക്കെ, അങ്ങനെ റീകോമ്പിനന്റ് DNA ഫോം ചെയ്യുന്ന ആ സമയത്ത് ഒരു കാര്യം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ദ റീകോമ്പിനന്റ് പ്ലാസ്മിഡ്സ് വിൽ ലോസ് tetracycline resistance due to insertion of foreign DNA but can still be selected from the non-recombinant ones by plating the transformants on ampicillin containing medium. ഒന്നും മനസ്സിലാവില്ല അല്ലേ? സാധാരണ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഒരു കുട്ടിക്കും ഒന്നും മനസ്സിലാകരുത് എന്ന രീതിയിലാണ് എഴുതി വെച്ചേക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ ഒന്നുകൂടെ വായിച്ചാൽ the recombinant plasmids will lose tetracycline resistance. നമ്മൾ എവിടെയാണ് ഫോറിൻ DNA കൊണ്ട് ഇൻസേർട്ട് ചെയ്ത് BAM-H1 സൈറ്റിലോട്ട്. അത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ ഇരിക്കുന്ന പോർഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്താൽ അതിൻ്റെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി നഷ്ടമാകും. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്, ആ ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന ജീൻസ് അത് ഇനാക്ടിവേറ്റഡ് ആവും. മനസ്സിലായോ? ആ ജീൻസ് ഇനാക്ടിവേറ്റഡ് ആയി. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ അവിടെ ഇനാക്ടിവേറ്റഡ് ആയി. ദാറ്റ് മീൻസ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി ഈ പ്ലാസ്മിഡിൽ നഷ്ടമായി. എപ്പോഴാണ് നമ്മൾ ഫോറിൻ DNA ഈ BAM-H1 സൈറ്റിലോട്ട് ഒട്ടിച്ചപ്പോൾ. മനസ്സിലായോ? ഓക്കെ, അടുത്ത സെൻറ്റൻസ് അല്ല, അതിൻ്റെ കണ്ടിന്യൂഷൻ എന്താ പറയുന്നത്? ബട്ട് ക്യാൻ സ്റ്റിൽ ബി സെലക്റ്റഡ് ഔട്ട് ഫ്രം ദ നോൺ റീകോമ്പിനൻസ്. ഇതിനെ നമുക്ക് നോൺ റീകോമ്പിനൻസിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ബൈ പ്ലേറ്റിംഗ് ദ ട്രാൻസ്ഫോർമൻസ് ഓൺ ampicillin containing medium. ഇത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ഇത് നിങ്ങൾക്ക് ട്രാൻസ്ഫോർമൻസ് എന്താണെന്ന് മനസ്സിലായാലേ മനസ്സിലാകൂ. അല്ലെങ്കിൽ ട്രാൻസ്ഫോർമൻസ്, റീകോമ്പിനൻസ്, നോൺ റീകോമ്പിനൻസ് ഇതൊക്കെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്നെ മാത്രം സൂക്ഷിച്ച് നോക്കിക്കോളൂ. എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ലബോറട്ടറി കണ്ടീഷനിലാണ് ഈ സംഗതികളൊക്കെ നടക്കുന്നത് അല്ലേ? അങ്ങനെയാകുമ്പോൾ ഫോറിൻ DNA കട്ട് ചെയ്തപ്പോൾ എനിക്ക് കുറേ DNA ഫ്രാഗ്മെൻറ്റ്സ് കിട്ടി. ഓക്കെ, അതുപോലെ ഞാൻ വെക്ടറിലും കട്ടുണ്ടാക്കി. എന്നിട്ട് ഞാൻ ഒരു ഫോറിൻ DNA ഫ്രാഗ്മെൻറ്റും ഒരു വെക്ടറും എടുത്തിട്ടല്ല ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റ് നടത്താൻ പോകുന്നത്. ഒരു ബയോളജിക്കൽ എക്സ്പെരിമെൻറ്റും നമ്മൾ ഒരു സാമ്പിൾ വെച്ച് ചെയ്യത്തില്ലല്ലേ, നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ടായിരിക്കും. സോ എൻ്റെ കയ്യിൽ ഒരു മിക്സ്ചർ ഓഫ് വെക്ടർ DNAയും ഫോറിൻ DNA ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാകും. ഈ മിക്സ്ചറിലേക്ക് ഞാൻ DNA ലൈഗേസിന് ഇട്ട് കൊടുത്തു. അപ്പോൾ DNA ലൈഗേസ് അതിൻ്റെ പണി ചെയ്തോളും. എന്താ പണി? ഈ ഫോറിൻ DNA ഫ്രാഗ്മെൻറ്റിനെ അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ വെക്ടറിലോട്ട് കൊണ്ട് ഒട്ടിച്ചോളും. പക്ഷെ ഇപ്പോഴും എനിക്ക് അറിയത്തില്ല എൻ്റെ കയ്യിലുള്ളതിൽ ഏതൊക്കെയാണ് റീകോമ്പിനന്റ് DNA, ഏതൊക്കെയാണ് റീകോമ്പിനന്റ് DNA അല്ലാത്തത്. റീകോമ്പിനന്റ് DNA എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാസ്മിഡിലേക്ക് പ്രോപ്പറായിട്ട് DNA ഇൻസേർട്ട് ആയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റീകോമ്പിനന്റ് DNA. ഇനി അല്ലാതെയും കണ്ടീഷൻ ഉണ്ടാകാം. പ്ലാസ്മിഡ് വിത്തൗട്ട് ആർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് പ്രോപ്പറായിട്ട് പ്ലാസ്മിഡിലേക്ക് ഇൻസേർട്ടഡ് ആവാതെ ഇരിക്കാം. അങ്ങനെയുള്ളതും എൻ്റെ കയ്യിലുണ്ടാവും. മനസ്സിലായോ? ഓക്കെ, അതാണ് ഈ ഡയഗ്രത്തിൽ കാണുന്നത്. റീകോമ്പിനന്റ് DNA പ്ലാസ്മിഡ് പ്ലസ് DNA ഇൻസേർട്ട് അതെൻ്റെ കയ്യിലുണ്ട്, പക്ഷെ എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു ചാൻസ് പ്ലാസ്മിഡ് വിത്തൗട്ട് DNA ഇൻസേർട്ട് അതും എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ ഇതിലേതാണ് പ്രോപ്പറായിട്ട് DNA ഇൻസേർട്ട് ഉള്ള, മീൻസ് റീകോമ്പിനന്റ് DNA ഏതാണ് ആൻഡ് DNA ഇൻസേർട്ട് ഇല്ലാതെ വന്ന പ്ലാസ്മിഡ്സ് ഏതൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ DNAസിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഹോസ്റ്റ് സെൽ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഹോസ്റ്റ് സെല്ലല്ല ഉള്ളതെന്ന് നിങ്ങൾക്ക് ഓർമ്മയിരിക്കട്ടെ. ഒരുപാട് ഹോസ്റ്റ് സെൽസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ ഹോസ്റ്റ് സെൽസിലേക്ക് DNAസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എനിക്ക് മെയിനായിട്ടും 2 കാറ്റഗറി ഓഫ് ഹോസ്റ്റ് സെൽസ് ആണ് കിട്ടുക. ഒന്ന് ട്രാൻസ്ഫോമൻസ്, അടുത്തത് നോൺ ട്രാൻസ്ഫോമൻസ്. ശ്രദ്ധിച്ചു കേട്ടോ, ട്രാൻസ്ഫോമൻസ് ആൻഡ് നോൺ ട്രാൻസ്ഫോമൻസ്. ട്രാൻസ്ഫോമൻസ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ഒരു DNA എടുത്ത ഹോസ്റ്റ് സെൽസ്, അതായത് അതിൻ്റേതല്ലാത്ത DNA എടുത്ത ഹോസ്റ്റ് സെൽസ്, അതായത് ഒരു അൺനോൺ DNA എടുത്ത ഹോസ്റ്റ് സെൽസ്. മനസ്സിലായോ? അതാണ് ട്രാൻസ്ഫോമൻസ്. കണ്ടോ, ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നോൺ ട്രാൻസ്ഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു സെൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പുറത്തു നിന്ന് ഒരു DNAയും വന്നിട്ടില്ല, റീകോമ്പിനന്റ് DNAയും വന്നിട്ടില്ല, പ്ലാസ്മിഡ് തന്നെയാണെങ്കിലും ഒന്നും വന്നിട്ടില്ല. മനസ്സിലായോ? അതിൻ്റെ സ്വന്തം ജീനോം മാത്രമേ നിലവിലുള്ളൂ. പുറത്തുനിന്ന് ഒരു DNAയും അകത്തേക്ക് കയറിയിട്ടില്ല. ദാറ്റ് ഈസ് നോൺ ട്രാൻസ്ഫോമൻസ്. അത് ട്രാൻസ്ഫോംഡ് ആയ സെല്ലല്ല. ഇനി ഈ ട്രാൻസ്ഫോമൻസിൽ തന്നെ വീണ്ടും 2 കാറ്റഗറി, ഒന്ന് റീകോമ്പിനൻസ്, അടുത്തത് നോൺ റീകോമ്പിനൻസ്. ട്രാൻസ്ഫോമൻസിൽ തന്നെ 2 കാറ്റഗറി, റീകോമ്പിനൻസ് ആൻഡ് നോൺ റീകോമ്പിനൻസ്. റീകോമ്പിനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ട്രാൻസ്ഫോംഡ് സെൽ വിത്ത് റീകോമ്പിനന്റ് DNA. നോൺ റീകോമ്പിനൻസ് എന്ന് പറഞ്ഞാലോ, അവർ DNA എടുത്തു, പക്ഷെ അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? പ്ലാസ്മിഡ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല. ദാറ്റ് മീൻസ് ഈ പ്ലാസ്മിഡിനാണ് അവരെടുത്തത്. പ്ലാസ്മിഡ് വിത്തൗട്ട് DNA ഇൻസേർട്ട്. ഒരു DNA വന്നിട്ടുണ്ട് അല്ലേ, അത് പ്ലാസ്മിഡ് മാത്രമേ ഉള്ളൂ, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല. സോ ദേ ആർ നോൺ റീകോമ്പിനൻസ്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ട്രാൻസ്ഫോംഡ് സെൽസ് ഓർ ട്രാൻസ്ഫോമൻസ് എന്താണെന്ന് മനസ്സിലായി, നോൺ ട്രാൻസ്ഫോമൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി ട്രാൻസ്ഫോംഡ് സെൽസിൽ തന്നെ റീകോമ്പിനൻസും നോൺ റീകോമ്പിനൻസും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയും ഡൗട്ട് ഒന്നും ഉണ്ടാകില്ല എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ ഞാൻ അതിൻ്റെ ഡിഫറൻസസ് കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്ഫോമൻസും നോൺ ട്രാൻസ്ഫോമൻസും. നോക്കാം. ട്രാൻസ്ഫോമൻസ് എന്ന് പറഞ്ഞാൽ ദ സെൽസ് ദാറ്റ് ഹാസ് ടേക്കൺ അപ്പ് അഡീഷണൽ DNA. അഡീഷണൽ DNA എടുത്ത സെൽസ് ആണ് ട്രാൻസ്ഫോമൻസ് അല്ലേ. നോൺ ട്രാൻസ്ഫോമൻസോ ദ സെൽസ് ദാറ്റ് ഡു നോട്ട് ടേക്ക് ദ അഡീഷണൽ DNA. അഡീഷണൽ DNA എടുക്കാത്ത സെൽസ്. ഇനി ട്രാൻസ്ഫോമൻസിൽ തന്നെ റീകോമ്പിനൻസും നോൺ റീകോമ്പിനൻസും. റീകോമ്പിനൻസ് എന്താണ്? ട്രാൻസ്ഫോമൻസ് വിത്ത് rDNA ഇൻസേർട്ട്. ഓക്കെ, ട്രാൻസ്ഫോമൻസ് വിത്ത് rDNA ഇൻസേർട്ട്. നോൺ റീകോമ്പിനൻസോ ട്രാൻസ്ഫോമൻസ് വിതൗട്ട് rDNA ഇൻസേർട്ട്. ഇത് നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ, മനസ്സിലാക്കി പഠിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഡൈജസ്റ്റഡ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്നുമില്ല. ഈ ട്രാൻസ്ഫോമൻസ് എന്താണ്, റീകോമ്പിനൻസ് എന്താണ്, നോൺ റീകോമ്പിനൻസ് എന്താണെന്നുള്ള ഒരു ഐഡിയ കയറാതെ ഒരു കാര്യം ഇനി നടക്കാൻ പോകുന്നില്ല കേട്ടോ. ഇനി പറയുന്ന കാര്യങ്ങളൊന്നും ഡൈജസ്റ്റഡ് ആകാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മിക്സ്ചർ, അതിൽ ഞാൻ പറഞ്ഞു റീകോമ്പിനന്റ് DNAs ഉണ്ട്, അതുപോലെ അല്ലാത്തതും ഉണ്ട് അല്ലേ. അത് ഞാൻ ഹോസ്റ്റ് സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഈക്കോലൈ ബാക്ടീരിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി എനിക്ക് ഈക്കോലൈ ബാക്ടീരിയത്തിൽ നിന്ന് കുറച്ച് സെലക്ഷൻ നടത്താനുണ്ട്. ഫസ്റ്റ് എനിക്ക് ട്രാൻസ്ഫോമൻസിനെ സെലക്ട് ചെയ്യണം, അതിനുശേഷം റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, അപ്പം എങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുക? അപ്പോൾ ഈക്കോലൈ ബാക്ടീരിയയ്ക്ക് വളരണം അല്ലേ. ഈക്കോലൈ ബാക്ടീരിയയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു മീഡിയം ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾ പെട്രി പ്ലേറ്റ്, പെട്രി ഡിഷ് കണ്ടിട്ടുണ്ടാവും ലബോറട്ടറിയിൽ, നിങ്ങളുടെ സ്കൂളിലെ ലബോറട്ടറിയിൽ കണ്ടിട്ടുണ്ടാവും. ബയോടെക്നോളജി ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പെട്രി പ്ലേറ്റ്, അതിലൊരു മീഡിയം ഇട്ട് കൊടുത്ത്, ന്യൂട്രീഷനൊക്കെ കൊടുത്ത് ഈക്കോലൈ ബാക്ടീരിയയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള മീഡിയം. ഓക്കെ, അപ്പം അതിലേക്ക് ഈ ബാക്ടീരിയനെ ഞാൻ ഇട്ട് കൊടുക്കുന്നു, ഹോസ്റ്റ് സെൽസിനെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള മീഡിയമാണ് ഞാൻ എടുക്കുന്നത്. ഒന്നിൽ, ഒരു മീഡിയത്തിൽ ഞാൻ ഓൾറെഡി ന്യൂട്രീഷണൽ മീഡിയമാണ്, ഒന്നിൽ ഞാൻ ആംപീസിലിൻ ആൻറ്റിബയോട്ടിക് ആഡ് ചെയ്തു. സോ വൺ മീഡിയം ഈസ് ആംപീസിലിൻ കണ്ടെയ്നിങ് മീഡിയം. അടുത്തതിലേക്ക് ഞാൻ അടുത്ത മീഡിയത്തിലേക്ക് ടെട്രാസൈക്ലിൻ ആഡ് ചെയ്തു. സോ ദ സെക്കൻഡ് വൺ ഈസ് ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയം. മനസ്സിലായോ? ആംപീസിലിൻ കണ്ടെയ്നിങ് മീഡിയം ആൻഡ് ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയം. സോ രണ്ട് പെട്രി ഡിഷസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ട് ന്യൂട്രിയൻ്റ് മീഡിയം ഉണ്ട്. അതിലൊന്നിൽ ഞാൻ ആംപീസിലിൻ ആഡ് ചെയ്തു, ഒന്നിൽ ടെട്രാസൈക്ലിനും ആഡ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ഈ പെട്രി ഡിഷിലോട്ട് ഞാൻ ഹോസ്റ്റ് സെൽസിനെ ഇട്ട് കൊടുത്തു, ഈക്കോലൈ സെൽസിനെ ഇട്ട് കൊടുത്തു. ഇനി ഈ ഹോസ്റ്റ് സെൽസിൻ്റെ ഫർദർ ഗ്രോത്ത് നോക്കിയിട്ടാണ് എനിക്ക് ട്രാൻസ്ഫോമൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ആംപീസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിലേക്ക് ഞാൻ ഹോസ്റ്റ് സെൽസിനെ ഇട്ട് കൊടുക്കുമ്പോൾ ട്രാൻസ്ഫോമൻസ് ആണെങ്കിൽ അവർ വളരും. ട്രാൻസ്ഫോമൻസ് അല്ല എങ്കിൽ, മീൻസ് നോൺ ട്രാൻസ്ഫോമൻസ് ആണെങ്കിൽ അവർ വളരത്തില്ല. എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമൻസ് വളരുന്നത്? ട്രാൻസ്ഫോംഡ് സെല്ലിനകത്ത് ഒന്നുകിൽ rDNA ഇൻസേർട്ട് ഉണ്ടാവും അല്ലെ, റീകോമ്പിനന്റ് DNA ഉണ്ടാകും, അല്ലെങ്കിൽ പ്ലാസ്മിഡ് ഉണ്ടാവും, പ്ലാസ്മിഡ് DNA മാത്രം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ രണ്ട് കാറ്റഗറി ഓഫ് സെൽസും ആംപീസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ വളരും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഹാവ് ആംപീസിലിൻ റെസിസ്റ്റന്റ് ജീൻ. ആംപീസിലിൻ റെസിസ്റ്റന്റ് ജീൻ ഉള്ളത് കൊണ്ട് അവർ ഈ മീഡിയത്തിൽ വളരും. ഓക്കെ, ആരാ? ട്രാൻസ്ഫോമൻസ്. ട്രാൻസ്ഫോമൻസിലെ രണ്ട് കാറ്റഗറി, റീകോമ്പിനൻസ് നോൺ റീകോമ്പിനൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവർ രണ്ടുപേരും എവിടെ വളരും? ആംപീസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ വളരും. നോൺ ട്രാൻസ്ഫോമൻസ് ആണെങ്കിൽ, ട്രാൻസ്ഫോർമേഷൻ നടക്കാത്ത സെൽസ് ആണെങ്കിൽ ഇതിൽ വളരുമോ? ഇല്ല. നോൺ ട്രാൻസ്ഫോംഡ് സെല്ലിന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ് ഒന്നുമില്ല. സോ ദേ കനോട്ട് ഗ്രോ ഇൻ ദിസ് മീഡിയം. ഓക്കെ അല്ലേ? ഓക്കെ, സോ ട്രാൻസ്ഫോമൻസ് എന്ന് പറഞ്ഞാൽ ബോത്ത് റീകോമ്പിനൻസ് ആൻഡ് നോൺ റീകോമ്പിനൻസ് വിൽ ഗ്രോ ഇൻ ദിസ് മീഡിയം. നോൺ ട്രാൻസ്ഫോമൻസ് വിൽ നോട്ട് ഗ്രോ. അത് ക്ലിയർ അല്ല? അങ്ങനെ ഞാൻ നോൺ ട്രാൻസ്ഫോമൻസിനെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഇനി ആര് മാത്രമേ വളരത്തുള്ളൂ? ട്രാൻസ്ഫോമൻസ് മാത്രമേ വളരത്തുള്ളൂ ഈ മീഡിയത്തിൽ അല്ലേ. എന്നിട്ട് ഞാൻ ഇവരെ എന്ത് ചെയ്തു? അടുത്ത മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു.
അടുത്ത മീഡിയത്തിൽ എന്തുണ്ട്? ടെട്രാസൈക്ലിൻ ഉണ്ട്. ഇനി എനിക്ക് എന്ത് സെലക്ട് ചെയ്യണം? ട്രാൻസ്ഫോർമൻസിൽ നിന്ന്, മീൻസ് ട്രാൻസ്ഫോംഡ് സെൽസിൽ നിന്ന് റീകോമ്പനന്റ് സെൽസ് സെലക്ട് ചെയ്യണം. റീകോമ്പനൻസിനെ സെലക്ട് ചെയ്യണം, നോൺ റീകോമ്പനൻസിനെ എലിമിനേറ്റ് ചെയ്യണം. ഇവിടെ ആരൊക്കെയാണ് വളരുന്നത്, ആരൊക്കെയാണ് വളരാത്തത് നമുക്ക് നോക്കാം. ട്രാൻസ്ഫോർമൻസിലെ നോൺ റീകോമ്പനൻസ് ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ വളരും. റീകോമ്പനൻസ് ആണെങ്കിൽ വളരത്തില്ല. റീകോമ്പനൻസ് എന്ന് പറഞ്ഞാൽ RDNA എടുത്ത സെൽസ് അല്ലേ, അവരിതിൽ വളരത്തില്ല. എന്തുകൊണ്ടായിരിക്കും? അവർക്ക് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഇല്ല, അത് നഷ്ടമായി ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് ഫോറിൻ DNA. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനിന്റെ BAM-H1 സൈഡിലോട്ടാണ് നമ്മൾ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ ആ പ്രോപ്പർട്ടി അവർക്ക് നഷ്ടമായി. സോ ദേ കനോട്ട് ഗ്രോ ഇൻ ദിസ് മീഡിയം. ആ ജീൻ ഇനാക്ടിവേറ്റഡ് ആയിപ്പോയി. അതുകൊണ്ട് ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ അവർ വളരത്തില്ല. ഓക്കെ, പക്ഷേ നോൺ റീകോമ്പനൻസ് ആണെങ്കിലോ, അതായത് പ്ലാസ്മിഡിനെ മാത്രം എടുത്ത സെൽസ് അല്ലേ. നോൺ റീകോമ്പനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോർമൻസ് വിതൗട്ട് RDNA ഇൻസേർട്ട്. ട്രാൻസ്ഫോർമൻസ് ആണ്, അതിൽ പ്ലാസ്മിഡ് DNA മാത്രമേ വന്നിട്ടുള്ളൂ, RDNA വന്നിട്ടില്ല. സോ പ്ലാസ്മിഡിൽ 2 ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസും ആക്റ്റീവ് ആണ് അല്ലേ, ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനും. അതുകൊണ്ട് നോൺ റീകോമ്പനൻസ് മീഡിയത്തിൽ വളരും, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് മീഡിയത്തിൽ വളരും. Or otherwise we can say that non-recombinants will grow in both ampicillin and tetracycline containing mediums. നീറ്റിന് മിക്കവാറും ചോദിക്കാറുണ്ട് ഇതിനെ വെച്ചിട്ട്. നോൺ റീകോമ്പനൻസ് ഈ 2 മീഡിയത്തിലും വളരും അല്ലേ. എന്തുകൊണ്ടാണ്? നോൺ റീകോമ്പനൻസിലെ പ്ലാസ്മിഡ് മാത്രമേ എത്തിയിട്ടുള്ളൂ. സോ പ്ലാസ്മിഡിന് ഈ 2 ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസും ഉണ്ട്. സോ ദേ വിൽ ഗ്രോ ഇൻ ബോത്ത് ദ മീഡിയം. പക്ഷെ റീകോമ്പനൻസ് ആണെങ്കിൽ അവർ ഒരു മീഡിയത്തിൽ മാത്രമേ വളരത്തുള്ളൂ. ഏതിലാ? ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയം. ആ ഒരു ജീൻ മാത്രമേ അവർക്ക് ആക്റ്റീവ് ആയിട്ടുള്ളൂ. മറ്റത് എന്തായി? ഇനാക്റ്റീവ് ആയിപ്പോയി ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് ഫോറിൻ DNA. സോ ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ റീകോമ്പനൻസ് വളരത്തില്ല. ദേ വിൽ ഗ്രോ ഓൺലി ഇൻ ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയം. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയോ? ട്രാൻസ്ഫോർമൻസ് എന്താണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമൻസിന്റെ സെലക്ഷൻ പറഞ്ഞു, റീകോമ്പനൻസിന്റെ സെലക്ഷൻ പറഞ്ഞു. എന്തിനെ വെച്ചിട്ടാണ്? മാർക്കർ ജീൻസിനെ വെച്ചിട്ടാണ് അല്ലേ. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ്സ് നടത്തുക. അത് ശരിക്കും ഈ ക്ലോണിംഗ് സൈറ്റ്സ് എന്ന പാരഗ്രാഫിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ NCERT-യിൽ ഒരു പോയിന്റ് കൊടുക്കുന്നുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് പാരഗ്രാഫ്. ദാറ്റ് ഈസ് ഈ ക്ലോണിംഗ് വെക്ടറിൽ 2 ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഉണ്ടല്ലേ, ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനും. അപ്പോൾ ഇതിൽ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫോർമൻസിനെ സെലക്ട് ചെയ്യാം. അത് ആംബിസിലിനാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ അതർ വൺ, ദാറ്റ് മീൻസ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ അല്ലേ, that gets inactivated. അത് ഇനാക്ടിവേറ്റഡ് ആയി പോകും ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് വാട്ട്? ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് ഫോറിൻ DNA or alien DNA, and that helps in selection of റീകോമ്പനൻസ്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ആണ് ഇനാക്ടിവേറ്റഡ് ആയി പോകുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ആരെ സെലക്ട് ചെയ്യാം? റീകോമ്പനൻസിനെ സെലക്ട് ചെയ്യാം. ബിക്കോസ് റീകോമ്പനൻസ് വിൽ നോട്ട് ഗ്രോ ഇൻ ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയം. അപ്പോൾ നമ്മൾ ജീൻ ക്ലോണിങ്ങിന് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെക്ടറിന് വേണ്ട റിക്വയർമെന്റ്സ് ആണ് പറഞ്ഞത്. 3 പോയിന്റ്സ് പറഞ്ഞു. ഒന്ന് എന്താണ്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ മസ്റ്റ് ആയിട്ടും വേണം. രണ്ടാമത്തത് എന്താണ്? സെലക്ടബിൾ മാർക്കർ ജീൻസ് വേണം. മൂന്നാമത്തെ എന്താണ്? ക്ലോണിംഗ് സൈറ്റ്സ് ഓർ റെക്കഗ്നീഷൻ സൈറ്റ്സ് ഉണ്ടാവണം അല്ലേ. ഓക്കെ, ഇനി ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു ചെറിയൊരു പാരഗ്രാഫ് കൂടെ വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.